ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവർക്കെല്ലാവർക്കും അറിയായിരുന്നു. ഇദ്ദേഹത്തിന് സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറിയത്, പെൺകുട്ടികളോട് പാർട്ടിയിലെ തന്നെ സ്ത്രീകളോടും പെൺകുട്ടികളോടും അപമര്യാദയായിട്ട് പെരുമാറിയത്, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ ഈ പറയുന്ന ഇപ്പോൾ അദ്ദേഹത്തെ തകർത്ത് തരിപ്പണമാക്കി അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തു എന്ന് പറയുന്നവർക്കൊക്കെ കൃത്യമായിട്ട് വിവരങ്ങൾ കയ്യിലുണ്ടായിരുന്നു എന്നേ. പിന്നെ അവരൊക്കെ എന്തോരം ഉണ്ടായിരുന്നു. ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ബലം പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കി അടങ്ങുമെന്ന് പറയുമ്പോൾ, കെ മുരളീധരനെ പോലെ ഒരാളെ തട്ടി നീക്കിയിട്ട് നിങ്ങളൊന്നും വേണ്ട ഇനി പാർട്ടിയിൽ നിന്ന് പറയുമ്പോൾ ഈ പറയുന്ന നേതാക്കളുടെ മുമ്പിലൊക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടർ എന്ന സെക്ഷൽ പ്രൊട്ടക്ടറെ ഒരിക്കലും അടുപ്പിക്കാൻ കൊള്ളാത്തൊരു മനുഷ്യൻ്റെ ചരിത്രങ്ങളിൽ പരാതികളും മുമ്പിലുണ്ടായിരുന്നു എന്നേ. അത് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടും അവർ അദ്ദേഹത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം ജയിച്ചു. പിന്നീടാണ് ഈ ഒരു എന്താ പറയുക, പെട്ടെന്നാണ് ഇത്തരം ഈ നമ്മളറിയാലോ ചില സംഘങ്ങളിൽ പെട്ടെന്നായിരിക്കും വിള്ളലുകൾ വരുന്നത്. അത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അത്തരത്തിലൊരു വിള്ളൽ വരുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ കെട്ടിവെച്ചിരുന്ന ഭാണ്ഡമുഴം പുറത്തായത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ MLA സ്ഥാനം രാജിവെപ്പിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യേണ്ടത് കാരണം സ്വന്തം പാർട്ടി നേതാവും വരെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ട് യുവമാർക്കൊന്നും അന്ന് കണ്ണിച്ചോറിയില്ലായിരുന്നോ? സ്വന്തം പാർട്ടി നേതാവ് മുന്നിലിരുന്ന് കരഞ്ഞില്ലേ? എന്നിട്ടൊന്നും ഇവർക്കെന്താണ് ഒരു നടപടി പോലെ ഈ ചക്കനെതിരെ എടുക്കാറുന്നത്? അവസാനം ഇത് ഞങ്ങളും കൂടെ തീരുമെന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും ഈ നിലപാടായിട്ട് മുന്നോട്ട് വന്ന് അയാളെ തകർക്കുമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഇയാളെ വളർത്തിയത്? അവർ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി.